ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ദിവസം മുഴുവനും നാം ദൈവകരങ്ങളിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. 56 സങ്കീർത്തനത്തില് 3, 4 തിരുവചനം. ഭയമുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ആരുടെ വചനത്തെ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായിട്ട് ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയാണ് പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയം കടന്നു വരാറുണ്ട്. ഒരുപക്ഷെ മരണഭയമായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള ഒരു ആകുലപ്പെട്ട മനസ്സിന്റെ ഒരു ഭയമായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠപ്പെട്ട ഒരു ഭയമായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള. പക്ഷെ ദാവീദ് നമ്മൾക്ക് ഉറപ്പ് തരികയാണ്, ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ ആരുടെ വചനത്തിൽ പ്രകീർത്തിക്കുന്നുവോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവോ ആശ്രയിക്കുന്നുവോ ആ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ മർത്തിനോ അല്ലെങ്കിൽ ഈ ഭയത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആകുലതയ്ക്കോ ഉത്കണ്ഠകൾക്കോ ഒന്നും നമ്മളെ തകർക്കാൻ പറ്റുകയില്ല. 57 സങ്കീർത്തനം 2 തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തിനെ. തീർച്ചയാണ് നമ്മൾ വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും ഈശോ നമുക്കത് തരും. നമ്മുടെ വിശ്വാസമാണ് എല്ലാത്തിന്റെ മഹത്വത്തിന്റെ കാരണം. ആ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ നിയോഗങ്ങള്, നമ്മുടെ ഓരോ അപേക്ഷകള്, കാരണം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം. 54 സങ്കീർത്തനം 4 തിരുവചനം അത് പഠിപ്പിക്കുന്നുണ്ട്. ഇതാ ദൈവമാണ് എന്റെ സഹായകൻ, കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. തീർച്ചയാണ് ദൈവമക്കളെ, നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവനും ദൈവത്തിന്റെ വചനത്തിന്റെ കൊട്ട കിട്ടി കർത്താവെ അനുഗ്രഹിക്കണം. ഞാൻ കടന്നു പോകുന്ന വഴികൾ ദുർഘടമാണ്, പ്രതിസന്ധികളാണ്. പക്ഷെ ആ ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ വചനം അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രതികൂലത്തിന് നടുവിലും ഇരുതല വാളാകുന്ന വചനം നമുക്ക് വഴിയും സത്യം ജീവനുമായിട്ട് കടന്നു വരും. 57 സങ്കീർത്തനം 3 തിരുവചനം അത് പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തയും എനിക്കായിട്ട് അയക്കും. ഈ ഒരു വചനത്തിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ആരൊക്കെ നമുക്കെതിരെ കടന്നു വന്നാലും, ആരൊക്കെ നമുക്കെതിരെ കരമുയർത്തിയാലും മനസ്സുയർത്തിയാലും, വാക്കുകളായിട്ട്, പ്രവൃത്തികളായിട്ട്, ചിന്തകളായിട്ട്, പക്ഷെ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കും. ഏതെങ്കിലും വഴിയിൽ കൂടി നമുക്ക് അവരെ അനുഗ്രഹിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നോ, ആരെയെല്ലാം നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നോ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. തൃത്വ കൂട്ടായ്മയുടെ വലിയൊരു അനുഗ്രഹം, ഒരു അഭിഷേകം, വചനത്തിന്റെ കോട്ട കെട്ടി നമ്മെ, നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംരംഭങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ സംരക്ഷണം, തിരുരക്തത്തിന്റെ സംരക്ഷണം, അതിലുപരി യേശുനാമത്തിന്റെ സംരക്ഷണം കൊട്ടകെട്ടി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൃത്വ കൂട്ടായ്മയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നല്ലൊരു ദിവസം കർത്താവെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ ഒരു പ്രഭാതം തന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവെ, വചനമായ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ ആ കോട്ടയാല് ഞങ്ങളെ നയിക്കണമേ, പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ എന്ന്